പുരോഗതിയിലേക്കുള്ള മാറ്റത്തിന്റെ സൂചനകൾ. അടയാളവാക്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് പത്രമാധ്യമങ്ങളിൽ തെളിഞ്ഞു വിളങ്ങുന്ന വാർത്താവിശേഷങ്ങൾ. പെൺകരുത്തിന്റെ പെരുമ കൃഷിയിടങ്ങളിലേക്ക് പറിച്ചു നടുന്ന ശുഭമുഹൂർത്തങ്ങൾ. എഴുത്താണിയും എഴുത്തോലയും ക്യാമറ കണ്ണുകളും പൊടിപ്പും തൊങ്ങലുമില്ലാതെ ചമയവും ചമൽക്കാരവുമില്ലാതെ പച്ചയായ നേർക്കാഴ്ചകൾ ഒരുക്കാൻ എന്താണ് കാരണം? ഇന്നലകളിലെങ്ങോ മലയാളി കൈയൊഴിഞ്ഞു കളഞ്ഞ നെൽകൃഷി, അതിന് തട്ടകമൊരുക്കുന്ന വയൽപ്പാടങ്ങൾ, അവയുടെ പുനർജനിക്കായി ഒരു നൂതന പദ്ധതി. MKSP എന്ന മഹിളാ കിസാൻ സശാക്തീകരൺ പരിയോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന MKSP കേരളത്തിൽ മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ആരംഭിച്ചു കഴിഞ്ഞു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം 2014 സെപ്റ്റംബർ 20 ഉത്സവഛായയിൽ മലപ്പുറം ജില്ലയിൽ നടന്നു. മന്ത്രിമാർ, ജനപ്രതിനിധികൾ, സാമൂഹ്യ രാഷ്ട്രീയ പ്രമുഖർ, ലേബർ ബാങ്ക് അംഗങ്ങൾ, പൊതുജനങ്ങൾ ഉൾപ്പെടെ ഒരു വൻ ജനാവലി തന്നെ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. ഉച്ചഭാഷിണിയിലൂടെ മുഴങ്ങിക്കേട്ട എല്ലാ പ്രസംഗങ്ങളിലും നിറഞ്ഞു നിന്നത് ഒരേ ഒരു ആഗ്രഹം മാത്രം: കൈവിട്ടുപോയ നെൽകൃഷിയെ മടക്കിക്കൊണ്ടുവരണം. ഇനി അതിന് സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ. അത് സാധ്യമാകുമെന്ന് ആവേശകരമായി ഈ തുടക്കം വിളിച്ചു പറയുന്നു. ചടങ്ങിൽ പരിശീലനം ലഭിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും യൂണിഫോമും വിതരണം ചെയ്തു. ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി നടന്ന ഈ പരിപാടി ഒരു നൂതന സംസ്കാരത്തിന്റെ തുടക്കമായി മാറിയിരിക്കുന്നു. ലഘു കാർഷിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുവാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക, അതുവഴി അവരുടെ വരുമാനവും അഭിമാനവും ഉയർത്തി നിലനിർത്തുക, നെല്ലുൽപാദനം വർദ്ധിപ്പിച്ച് നെൽകർഷകരെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റുക, വയൽപ്പാടങ്ങൾ പരിപോഷിപ്പിച്ച് ജലക്ഷാമം പരിഹരിക്കുക, പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക തുടങ്ങി വ്യക്തമായ ലക്ഷ്യങ്ങളും അവ സാക്ഷാത്കരിക്കുന്നതിനുള്ള മാർഗങ്ങളും MKSPയുടെ സവിശേഷതകളാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ പ്രതിവർഷം ശരാശരി 40 ദിവസം നിരക്കിൽ 80 ദിവസമെങ്കിലും പണിയെടുത്തിട്ടുള്ള 18നും 50നും മധ്യേ പ്രായമുള്ള വനിതകൾക്ക് ഈ പദ്ധതിയിൽ അംഗമാകാം. വാർഡ് തലത്തിൽ 5 അംഗ ലേബർ ഗ്രൂപ്പുകൾ, ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ലേബർ ടീം, ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ലേബർ ബാങ്ക്. ഇതാണ് സംഘടനാ രൂപം. കൃഷിയിൽ മുൻപരിചയമില്ലാത്തവരുടെയും ഉള്ളവരുടെയും ശേഷി വികസിപ്പിക്കുന്നതിനാവശ്യമായ പരിശീലനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അംഗങ്ങൾക്കെന്ന പോലെ ടീം ലീഡർമാർക്കും ലേബർ ബാങ്ക് ലീഡർമാർക്കും ആവശ്യമായ പരിശീലനം നൽകുന്നുണ്ട്.
വടക്കാഞ്ചേരിയിലെ ഗ്രീൻ ആർമിയും പാലക്കാട് മൈത്രിയും പരിശീലനത്തിന് നേതൃത്വം നൽകുന്നു. നിലമൊരുക്കൽ, പായ്ഞ്ഞാറ്റിടിയിടൽ, യന്ത്രം ഉപയോഗിച്ചുള്ള നടിയിൽ, കളപറിക്കൽ, കൊയ്ത്ത്, മെതി, യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, സർവീസ്. മണ്ണു പരിശോധന, ജൈവവള പ്രയോഗം, ജൈവ കീടനാശിനി പ്രയോഗം, ജലസേചനം, അക്കൗണ്ടിംഗ് തുടങ്ങിയ വിഷയങ്ങളിലാണ് പരിശീലനം. 3000-ഓളം പേർ പാടത്തേക്ക് ഇറങ്ങാൻ തക്ക വിധം പരിശീലനം നേടിക്കഴിഞ്ഞു. പരിശീലന സമ്പ്രദായത്തിനുമുണ്ട് അതിൻ്റെതായ നൂതനത്വം. തുടക്കത്തിൽ 2 ദിവസത്തെ ക്ലാസ് റൂം പരിശീലനം, തുടർന്ന് 2 ആഴ്ച വയലിൽ യന്ത്രങ്ങൾ ഇറക്കിയും കയറ്റിയും പ്രവർത്തിപ്പിച്ചും ഞാറുനട്ടും കൃഷി ഇറക്കാനുള്ള സർവ്വതന്ത്രങ്ങളും ചെയ്തു പഠിക്കുന്നു. വീണ്ടും 2 ദിവസം ക്ലാസ് മുറിയിലേക്ക്. പാടത്ത് കണ്ടത്, അറിഞ്ഞത്, പരിശീലിച്ചത് എല്ലാം വിലയിരുത്തി മനസ്സിലുറപ്പിക്കുന്നു. ആകെ 4 ദിവസത്തെ ക്ലാസ് മുറി പഠനവും 14 ദിവസത്തെ ഫീൽഡ് പഠനവും ഉൾപ്പെടെ പരിശീലന കാലം 18 ദിവസം. 1-ാം ദിവസവും 17-ാം ദിവസവും പരിശീലനാർത്ഥികളും പരിശീലകരും ഒരുമിച്ച് ട്രെയിനിംഗ് സെന്ററിൽ രാപ്പകൽ ചെലവിടുന്നു. 2 രാത്രികൾ ഒന്നിച്ച് ചെലവിട്ടതിന്റെ അനുഭവവും ആഹ്ലാദവും സ്ത്രീ മനസ്സിൽ മാറ്റത്തിന്റെ കാറ്റായി വികസിക്കുന്നു. പരിശീലനം പൂർത്തിയാക്കിയാൽ നടീൽ യന്ത്രങ്ങൾ നൽകി പാടത്തിറക്കുന്നു. കർമ്മനിരതമാകുന്ന പെൺകരുത്ത്, ഒന്നിനും തങ്ങൾ പിന്നിലേക്കല്ലെന്ന് തെളിയിക്കുന്ന ആഹ്ലാദകരമായ കാഴ്ചകൾ. പ്രകൃതിയുടെ പ്രതീകമായ സ്ത്രീ പ്രകൃതിയുമായി ലയിച്ചു ചേരുകയാണ് ഈ വയൽപ്പാടങ്ങളിൽ. ലഭിക്കുന്ന യന്ത്രങ്ങൾ ലേബർ ബാങ്കിന്റെ ചുമതലയിൽ BDOയുടെ മേൽനോട്ടത്തിൽ പ്രത്യേകമൊരുക്കിയ ഗ്യാരേജുകളിലാണ് സൂക്ഷിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ, മെക്കാനിക്കൽ എഞ്ചിനീയർ ആകാതെ സ്ത്രീകൾ വാഹനമോടിക്കുകയും റിപ്പയറിംഗിൽ ഏർപ്പെടുകയും ചെയ്യുന്ന അപൂർവ കാഴ്ച. കൺസോർഷ്യം മീറ്റിംഗ്, ടീം ലീഡേഴ്സ് മീറ്റിംഗ്, വർക്ക്ഷോപ്പുകൾ, വിലയിരുത്തൽ മീറ്റിംഗുകൾ, ഇതിലൂടെ ദിശാഗതി നിയന്ത്രണം. ഫീൽഡ് കോർഡിനേറ്റർ, VEO, BDO, ബ്ലോക്ക്, ജില്ലാ വനിതാക്ഷേമ ഓഫീസർമാർ, പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് ഇവയിലൂടെ നിർവഹണ സഹായം. തൊഴിലാളിക്കും കർഷകനും നാടിനും ഒരുപോലെ സാമ്പത്തിക നേട്ടം. യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം. സ്ത്രീകൾക്ക് സ്ഥിര വരുമാനം, നെല്ലുൽപാദന വർധനവ്, ജലസംരക്ഷണം, പുത്തൻ കാർഷിക സംസ്കാരത്തിന്റെ പൂവിളി. തൃശൂർ മണ്ണുത്തിക്ക് സമീപം ഒല്ലൂക്കരയിലാണ് പ്രോജക്ട് മാനേജ്മെന്റിന്റെ ആസ്ഥാനം. ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയക്കാരും കർത്തവ്യബോധമുള്ള കർഷകരും കൈകോർത്താൽ കാർഷിക വൃത്തിയിലൂടെ സ്ത്രീ മുന്നേറ്റം ഉറപ്പ്.
ഒപ്പം പുരോഗതിയിലേക്കുള്ള കേരളത്തിന്റെ കുതിപ്പും. നമുക്ക് സമൂഹത്തോട് പറയാം, നാരി ഉണർന്നാൽ നാടുണർന്നു, നെല്ല് വിളഞ്ഞാൽ നന്മ വിളഞ്ഞു.